ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ കലാകായികം, സംസ്കാരം, സാഹിത്യം എന്ന ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കാണ് നമുക്ക് PSC ചോദിച്ചിരിക്കുന്നത് അല്ലേ. സിലബസ് അനുസരിച്ച് നമുക്ക് 5 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് കുറേ PYQs നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 5 മാർക്കിൽ ഒരു 4 മാർക്കെങ്കിലും എങ്ങനെയും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ 2022-23 PSC ക്വസ്റ്റ്യൻസാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. 2024 ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2022-23 ചോദിച്ചതാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 32/2023 ക്വസ്റ്റ്യനാണ്. മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ഏതാണ്? നളചരിതമാണ്. നളചരിതം ആട്ടക്കഥയാണ് മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത്. അതായത് കഥകളുടെ ആദ്യ രൂപമാണ് എന്തെന്ന് പറയുന്നത്? രാമനാട്ടം. ഈ കഥകളിയുടെ സാഹിത്യ രൂപമാണ് എന്തെന്ന് പറയുന്നത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപമാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യ രൂപം എന്താണ്? രാമനാട്ടമാണ്. ഈ രാമനാട്ടം വികസിപ്പിച്ചെടുത്ത ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. മലയാളത്തിൻ്റെ ശാകുന്തളം അഥവാ കേരള ശാകുന്തളം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് ഏത്? നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? അത് ഉണ്ണായി വാര്യറാണ്. ആരാണ്? ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് ആര്? ഉണ്ണായി വാര്യർ. എന്താണ്? ആരെയും അനുകരിക്കാത്ത കവി, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിക്കപ്പെട്ടതാണ് ഉണ്ണായി വാര്യർ. ഇനി AR രാജരാജവർമ്മ നളചരിതത്തിന് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരാണെന്ത്? കാന്താരതാരകം. കാന്താരതാരകം അപ്പോൾ ആരുടേതാണ്? അത് AR രാജരാജവർമ്മയുടേതാണ്. AR രാജരാജവർമ്മയുടേതാണ് കാന്താരതാരകം. അതെന്താണ് അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്? അദ്ദേഹം നളചരിതത്തിന് രചിച്ചൊരു വ്യാഖ്യാനമാണ് കാന്താരതാരകം. ഇനി ഈ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓക്കെ, അപ്പം മലയാളത്തിൻ്റെ ശാകുന്തളമാണ് നളചരിതം ആട്ടക്കഥ. അങ്ങനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ്. നളചരിതം ആട്ടക്കഥയ്ക്ക് ഒരു വ്യാഖ്യാനം നൽകിയതാണ് AR രാജരാജവർമ്മയുടെ കാന്താരതാരകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. M. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? M. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണേത്? കേശവൻ്റെ വിലാപം. ഓപ്ഷൻ ഡി, കേശവൻ്റെ വിലാപങ്ങൾ. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാണ് ആര്? M. മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ കഥാകാരനാണ് M. മുകുന്ദൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം. കേരള കലാമണ്ഡലം എന്നാണ്? 1930. എവിടെയാണ് കേരള കലാമണ്ഡലം? അത് നമുക്ക് തൃശ്ശൂരാണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ആസ്ഥാനമാണ് തൃശ്ശൂർ. വള്ളത്തോൾ നാരായണ മേനോനും അതേപോലെ തന്നെ നമ്മുടെ വള്ളത്തോളും അതേപോലെ തന്നെ മണക്കുളം മുകുന്ദരാജയും തമ്മിൽ ചേർന്നാണ് എന്ത്? നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥാപിതമായത്. അതിൻ്റെ നിലവിലെ ചാൻസലർ എന്ന് പറയുന്നത്, നിലവിലെ ചാൻസലർ ആരാണ്? അത് മല്ലിക സാരാഭായിയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ. ഇപ്പോഴത്തെ നിലവിലെ വൈസ് ചാൻസലർ VC ആരാണ്? അത് B. അനന്തകൃഷ്ണനാണ് നിലവിലെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. ഇനി കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി കിട്ടിയിട്ടുണ്ട്. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് എന്നാണ്? 2007. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് എന്നാണ്? അത് 2010. കേരള കലാമണ്ഡലം വിസിറ്റ് ചെയ്ത ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേരള കലാമണ്ഡലം വിസിറ്റ് ചെയ്ത ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കലാമണ്ഡലത്തെ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. വള്ളത്തോളും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് 1930. ഇപ്പോൾ അതിൻ്റെ നിലവിലെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഇനി അതേപോലെ നമുക്ക് കുറച്ച് വർഷങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി ഏത് വർഷമാണ്? അത് 1956. അതും എവിടെയാണ്? തൃശ്ശൂരാണ്. അതേപോലെ സംഗീത നാടക അക്കാദമി 1958. അതും തൃശ്ശൂരാണ്. ലളിതകലാ അക്കാദമി ഏത് വർഷമാണ്?
ലളിതകല അക്കാദമി 1962, അതും തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി പിന്നെയുള്ളത് ഫോക്ലോർ അക്കാദമിയാണ്. ഫോക്ലോർ അക്കാദമി 1995 അത് സ്ഥാപിതമായത്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ചോദിച്ചാൽ അത് ഏതാണ്? 96. ഈ ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ കണ്ണൂരാണ്. അപ്പോൾ വ്യത്യാസമുള്ളത് ഫോക്ലോർ അക്കാദമിക്ക് മാത്രമാണ്, ബാക്കി എല്ലാത്തിൻ്റെയും എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഭുവനേശ്വർ ആയിരുന്നു. ആ സമയത്ത് 2018 വിജയി എന്ന് പറയുന്നത് ആരാണ്? ജേതാക്കൾ ബെൽജിയം ആയിരുന്നു. ബെൽജിയം. റണ്ണറപ്പ് ആരായിരുന്നു? അതായത് ബെൽജിയം ആരെയാണ് റണ്ണറപ്പ് എന്ന് പറയുന്നത് നെതർലാൻഡാണ് റണ്ണറപ്പ് ആയിരുന്നത്, നെതർലാൻഡ്. അതേപോലെ തന്നെ വേദി നമ്മളിപ്പോൾ പറഞ്ഞു ഇന്ത്യയിലെ ഭുവനേശ്വർ എവിടെയാണ്? ഒഡീഷയിൽ. അതേപോലെ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഏതാണ്? 2023 ഹോക്കി മത്സരമാണ്. അതിൻ്റെ ജേതാക്കൾ ജർമ്മനി ആയിരുന്നു. അതിൻ്റെ റണ്ണറപ്പ് ആരായിരുന്നു? റണ്ണറപ്പ് എന്ന് പറയുന്നത് ബെൽജിയം ആയിരുന്നു റണ്ണറപ്പായത്. അതിൻ്റെ വേദിയും എവിടെയായിരുന്നു? ഭുവനേശ്വർ, ഒഡീഷ. അതേപോലെ തന്നെ റൂർക്കേല. ഇതായിരുന്നു വേദി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗ്യചിഹ്നം, 2023 ഭാഗ്യചിഹ്നം, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ ഓരോ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒലിയാണ്. ഒലി എന്നൊരു ആമയായിരുന്നു 2023 പുരുഷ ഹോക്കി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒലി എന്ന് പറയുന്ന ആ ഒരു ആമ. അതായത് എന്താണ്? പുരുഷ ഹോക്കിയുടെ ഭുവനേശ്വർ, റൂർക്കേല, അവിടെയാണ് അതിൻ്റെ വേദി. 2023 അതിൻ്റെ വിജയികൾ ആരായിരുന്നു? ജർമ്മനിയും. റണ്ണറപ്പ് എന്ന് പറയുന്നത് ബെൽജിയവുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഏത്? ഖാദർ കമ്മിറ്റി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചർച്ചയായപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫോക്ലോർ അക്കാദമി മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് എവിടെയാണ്? കണ്ണൂരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കണ്ണൂർ എവിടെയാണത്? ചിറക്കൽ കണ്ണൂരാണ് ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്നാണ് ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്? 1995 ജൂൺ 28 കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്. അത് പ്രവർത്തനം ആരംഭിച്ചത് 1996 ജനുവരി 20 പ്രവർത്തനം. ജൂൺ 22 1995 ജൂൺ 28 അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിതമാകുന്നുണ്ട്. ഇനി ആസ്ഥാനം പറഞ്ഞു. ഇനി PK കാളൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഈ PK കാളൻ പുരസ്കാരം നൽകുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. അതിൻ്റെ ആദ്യ അധ്യക്ഷനാണ് ആര്? ജി ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്. നിലവിലാരാണ്? OS ഉണ്ണികൃഷ്ണനാണ് നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് OS ഉണ്ണികൃഷ്ണനാണ്. ഇനി ഇതിൻ്റെ പ്രസിദ്ധീകരണമുണ്ട്. പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? പൊലി. അതായത് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രത്തിൻ്റെ പേരാണെന്ത്? പൊലി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുച്ചിലോട്ട് ഭഗവതി എന്ന ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് തെയ്യമാണ്. തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് മുച്ചിലോട്ട് ഭഗവതി. തെയ്യങ്ങളുടെ നാട് ഏതാണ്? തെയ്യങ്ങളുടെ നാടാണ് നമ്മുടെ കണ്ണൂർ. തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അതേപോലെ തന്നെ തെയ്യം നിറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? ദേവക്കൂത്ത് തെയ്യം എന്ന് പറഞ്ഞാൽ എന്താണത്? സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യമാണ്. ഇനി അതേപോലെ തന്നെ മുടിയെടുക്കൽ എന്ന ചടങ്ങോടുകൂടി അവസാനിക്കുന്ന അനുഷ്ഠാന കലാരൂപം ഏതെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? തെയ്യമാണ്. എന്താണ്? മുടിയെടുക്കൽ എന്ന അനുഷ്ഠാനത്തോടുകൂടി അവസാനിക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് ഇത് തെയ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമുണ്ട്. അതേതാണ്? നമുക്ക് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നത്. അതേപോലെ കേരളത്തിലെ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്നത്. തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്. തെയ്യം മ്യൂസിയം അപ്പോൾ എവിടെയായിരിക്കും? കണ്ണൂരാണ് തെയ്യം മ്യൂസിയം വരുന്നത്. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങളുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് മാപ്പിള തെയ്യങ്ങൾ അഥവാ മാപ്പിള പൊറാട്ട് എന്ന് പറയുന്നത് മാപ്പിള തെയ്യങ്ങൾ.
അതായത് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങളാണ് എന്തറിയപ്പെടുന്നത്, മാപ്പിള തെയ്യങ്ങൾ അഥവാ മാപ്പിള പൊറാട്ട് എന്നറിയപ്പെടുന്നത്. അതായത് തെയ്യക്കോലങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 456ഓളം തെയ്യക്കോലങ്ങളുണ്ട്. അതിൽ 112ഓളം എന്താണ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതിൽ വരുന്ന ഒന്നാണ് ഈ മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത്. അതേപോലെ മുത്തപ്പൻ തെയ്യമുണ്ട്, കുട്ടിച്ചാത്തൻ, അങ്ങനെ ഒത്തിരി തെയ്യങ്ങളുടെ പേരുണ്ടെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കതിവന്നൂർ വീരൻ, അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന പേരുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജി വി രാജയുടെ മുഴുവൻ പേര്. ജി വി രാജ ആരാണ്? ഗോദവർമ്മ രാജ. ഗോദവർമ്മ രാജയാണ് ജി വി രാജ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ? ഒക്ടോബർ 13. എന്താണ് ഒക്ടോബർ 13? കേരളത്തിലെ കേരള കായിക ദിനമാണ് ഒക്ടോബർ 13 എന്ന് പറയുന്നത്. കേരള കായിക ദിനം, അത് ഈ ജി വി രാജയുടെ ജന്മദിനമാണ്. ഇനി നമുക്കറിയാം ജി വി രാജ പുരസ്കാരം കേരളത്തിലെ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി ഇത് നൽകുന്നത് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ജി വി രാജ പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം 2021-22 ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പുരുഷ താരമാരായിരുന്നു? എം ശ്രീശങ്കർ ആയിരുന്നു പുരുഷ താരം. അദ്ദേഹം എന്തിനാണ്? ലോങ് ജമ്പ് താരമാണ്. അടുത്തതാണ് വനിതാ താരമാരായിരുന്നു? അപർണ ബാലൻ. അപർണ ബാലൻ എന്താണ്? അപർണ ബാലൻ ബാഡ്മിൻ്റൺ താരമാണ്. അതേപോലെ തന്നെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക അവാർഡുണ്ട്. അത് ലഭിച്ചതാർക്കാണ്? ടി കെ ചാത്തുണ്ണിക്കാണ് ആജീവനാന്തകാല പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മികച്ച കായിക പരിശീലകൻ. അതാരാണ്? പി എസ് വിനോദാണ് മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് ലഭിച്ചത്. അതേപോലെ കായിക കോളേജ് ഏതാണ്? അത് നമ്മുടെ പാല അൽഫോൺസ കോളേജാണ് മികച്ച കായിക കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ONV കുറിപ്പിൻ്റെ കൃതികളല്ലാത്തത്. ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അക്ഷരം ONV കുറിപ്പിൻ്റെ കൃതിയാണ്. അതേപോലെ തന്നെ മൃഗയും ONV കുറിപ്പിൻ്റെ കൃതിയാണ്. ഈ പെട്ടോടം ഇത് ആരുടെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതെന്തായാലും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്ത്? ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS അല്ലേ? പൊയ്കയിൽ യോഹന്നാനെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ്? ഇരവിപേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു. അതേപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ, അതേപോലെ ദ്രാവിഡ ദളിതൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ദ്രാവിഡ ദളിതൻ അതായത് ദ്രാവിഡ ദളിതൻ. എന്താണ് ദ്രാവിഡ ദളിതൻ എന്ന് പറഞ്ഞാൽ? ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്നൊരാശയമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ ഒരു ആശയം, അതായത് ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? പൊയ്കയിൽ അപ്പച്ചനാണ്. അദ്ദേഹത്തെ പ്രതിയോഗികൾ കളിയാക്കി വിളിച്ചിരുന്നൊരു പേരുണ്ട്. അതെന്താണ്? അത് പുലയൻ മത്തായി എന്ന് അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് പുലയൻ മത്തായി. അതേപോലെ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നെപ്പോളിയൻ ആണ് പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം എന്താണ്? ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായിട്ട് അദ്ദേഹം ബൈബിൾ കത്തിക്കുന്ന സ്ഥലമുണ്ട്. അതാണ് എവിടെയാണത്? വാകത്താനം. ഏത് വർഷം? വാകത്താനത്ത് വെച്ചാണ് അദ്ദേഹം ബൈബിൾ കത്തിക്കുന്നത്. 1906 ഈ പൊയ്കയിൽ യോഹന്നാനെ പറ്റി ഗാദിബോർഡ് LDCയുടെ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. പൊയ്കയിൽ കുമാരഗുരുദേവനെ പറ്റി അത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹത്തെ പറ്റി ഒരു 3-4 തവണ അടുപ്പിച്ച് ചോദിച്ചിരുന്നു. എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പറയാനുള്ളത്, മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ച ആരാന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പുണ്ട്, ONV കുറുപ്പുണ്ട്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുണ്ട്. അപ്പോൾ വൈലോപ്പള്ളിയാണ് ഇല്ലാത്തത്. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി 1, 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. നമുക്കറിയാം വൈലോപ്പള്ളി ഇല്ല എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ബാക്കി എല്ലാം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ആൻസർ വരുന്നത് 1, 3, 4 എന്നുള്ളതാണ്. ഇനി നോക്കിക്കേ, ജി ശങ്കരക്കുറുപ്പ് ഏത് വർഷമായിരുന്നു ജി ശങ്കരക്കുറുപ്പിന് കിട്ടിയത്? 1965. ഏത് കൃതിക്ക്? ഓടക്കുഴൽ എന്ന കൃതിക്ക്. അതേപോലെ നെക്സ്റ്റ് കിട്ടിയത് ആർക്കായിരുന്നു? ജി ശങ്കരക്കുറുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയത് SK പൊറ്റക്കാടിനായിരുന്നു. SK പൊറ്റക്കാട് ഏത് വർഷമാണ്?
1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഏത് കൃതിക്ക്? ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കായിരുന്നു. നെക്സ്റ്റ് ആണ് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ഏത് വർഷമായിരുന്നു? 1984. അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കായിരുന്നു. അടുത്തതാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്ക് ഏത് വർഷമാണ്? 1995 MTക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയായിരുന്നു. അടുത്തത് ONV കുറുപ്പിനാണ്. ONV കുറുപ്പിന് 2007 നെക്സ്റ്റ് കിട്ടിയത് ആർക്കായിരുന്നു? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഏത് വർഷമാണ്? 2019 അക്കിത്തത്തിന് ലഭിച്ചത്. അക്കിത്തത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരം. 60ാമത്തെ വ്യക്തി, ജ്ഞാനപീഠം ലഭിക്കുന്ന 60ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. 6ാമത്തെ മലയാളിയുമാണ്. 6ാമത്തെ മലയാളി. ഓക്കെ, അപ്പോൾ 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ONVക്ക് 2007, MTക്ക് 1995, തകഴിക്ക് 84, SK പൊറ്റക്കാട് 80, അതേപോലെ തന്നെ G ശങ്കരക്കുറുപ്പാണെങ്കിൽ അത് 1965. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഒരു കവിതയാണല്ലേ തന്നിരിക്കുന്നത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു. ഏതാണിത്? ഇത് നമ്മുടെ ചണ്ടാല ഭിക്ഷുകിയിലാണ്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ് ഈ തന്നിരിക്കുന്നത്. ഇത് ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷുകി ആരാണ്? മാതങ്കി എന്ന ചണ്ടാല സ്ത്രീയോട് പറയുന്നതാണിത്. അപ്പം ആനന്ദൻ മാതങ്കിയോട് പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന വരികൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, പള്ളിവാളും കാൽച്ചിലമ്പും ഏതാണ്? നിർമാല്യം. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതിയാണ് പിന്നീട് എന്താക്കി മാറ്റിയത്? നിർമാല്യം എന്ന സിനിമയാക്കി മാറ്റിയത്. അത് ശരിയായ പ്രസ്താവനയാണ്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും അത് വിധേയൻ എന്ന സിനിമയാക്കി മാറ്റുന്നുണ്ട്. നീലവെളിച്ചം, നമ്മുടെ നീലവെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ നീലവെളിച്ചമാണ് പിന്നീട് അത് എന്തായി മാറിയത്? ഭാർഗവി നിലയം എന്ന സിനിമയാക്കി മാറ്റിയത്. ഇനി വിവാഹം പരിണയം, ഇതാണ് ഇവിടെ തെറ്റായി തന്നിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 1, 2, 3 എന്നിവയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് ആരാണ്? നൃത്തം എന്ന നോവൽ ആരുടേതാണ്? M. മുകുന്ദൻ്റെയാണ് നൃത്തം എന്ന നോവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഇദ്ദേഹം 2023 മെയ് 31 അന്തരിക്കുകയുണ്ടായി. അതാണ് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഇത്തിരി ആ സമയത്ത് അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമുക്കവിടെ കറണ്ട് അഫെയർ ആയിട്ട് നമുക്കത് ചോദിക്കാൻ ചാൻസ് ഉള്ളതായിരുന്നു. അദ്ദേഹം 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരാണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് ഈ പറയുന്ന വെള്ളായണി അർജുനൻ. സർവ്വവിജ്ഞാനകോശം ഡയറക്ടറായിരുന്നു. സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ് ആയിരുന്നു. 2008 പത്മഭൂഷൺ പുരസ്കാരം. ഇത് മാത്രമാണ് ഇവിടെ തെറ്റായി വന്നത്. പത്മഭൂഷൺ അല്ല അദ്ദേഹത്തിന് ലഭിച്ചത് പത്മശ്രീ പുരസ്കാരമായിരുന്നു. ഉണ്ടോ? അപ്പോൾ 2023 മെയ് 31 ഇദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. സർവ്വവിജ്ഞാനകോശം ഡയറക്ടറായിരുന്നു. സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിരുന്നു. 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ്. സോ ആൻസർ വരുന്നത് 1, 3, 4 എന്നിവയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആൽഫയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 നോവലുകളാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര, അതേപോലെ തന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഇത് രണ്ടും ആരുടേതാണ്? TD രാമകൃഷ്ണൻ്റേതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം ഏതിലെയാണ്? അപ്പോൾ ആൽഫ എന്ന നോവലിലേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ് ഔട്ട് ഏതുമായിട്ടാണ്? റെസ്ലിംഗുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് എന്ത് പറയുന്നത്? ബ്രിഡ്ജ് ഔട്ട്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് എന്ത്? ബുള്ളി, അതേപോലെ തന്നെ സ്കൂപ്പ്. പിന്നെയുള്ളതാണ് പെനാൽറ്റി കോർണർ. പെനാൽറ്റി കിക്ക് എവിടെയാണ്? പെനാൽറ്റി കിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഫുട്ബോളാണ്. പെനാൽറ്റി കോർണർ എന്ന് പറയുന്നത് ഹോക്കിയുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ്. അതേപോലെ ബേസ്ബോളുമായി ബന്ധപ്പെട്ടതാണ് ബണ്ടിങ്, അതേപോലെ ഡയമണ്ട് ചോദിക്കുന്നതാണ്. ഡയമണ്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ബേസ്ബോളുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ക്രിക്കറ്റിൻ്റെ നമുക്ക് ഓൾമോസ്റ്റ് മിക്കതും നമുക്ക് അറിയാൻ പറ്റും. ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന റെയറായിട്ട് വരുന്ന
കുറച്ച് വാക്കുകളുണ്ട്. ചൈനാമാൻ, അതേപോലെ തന്നെ ഗൂഗ്ലി, പിന്നെ അതേപോലെ ഡക്ക്. ഇതൊക്കെ എന്താണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ്. ഓക്കെ, ഈ ചൈനാമാൻ ചോദിച്ചിട്ടുള്ളതാണ്. ചൈനാമാൻ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ക്രിക്കറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാനാര്? അതാരാണ്? നമ്മുടെ ചിറക്കൽ തമ്പുരാനായിരുന്നു. ചിറക്കൽ തമ്പുരാൻ. ഇത് ഈ മണക്കാട് ഗുരുക്കൾ എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നല്ല രസമായിട്ട് ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആ ഒരു പദവി കൊടുത്തത് എന്നുള്ള ഒരു കഥ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ നല്ല രസമുണ്ടെന്ന് വായിച്ചു നോക്കുക. നമുക്ക് ആ ഒരു കഥ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതൊരിക്കലും മറക്കില്ല. അപ്പോൾ ചിറക്കൽ തമ്പുരാനാണ് മണക്കാട് ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആർക്ക്? തെയ്യം കലാകാരനായ രാമനെ ആദരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിനകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്ന എന്തിനെയാണെന്ന്? നെയ്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലോര പ്രദേശമാണ്. അപ്പം നമുക്കത് 5ഉം പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? മലകൾ അഥവാ മലയോരങ്ങളാണ്. മുല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കാടല്ലെങ്കിൽ പുൽമേടാണ്. പാലയാണെങ്കിൽ അത് വരണ്ട പ്രദേശമാണ്. മരുതമാണെങ്കിൽ അത് വയലാണ്. നെയ്തലാണെങ്കിൽ തീരപ്രദേശമാണ്. കുറിഞ്ചി മലയാണ്, മുല്ല കാടാണ് അല്ലെങ്കിൽ പുൽമേട്, പാല വരണ്ട പ്രദേശം, മരുതം വയലാണ്, നെയ്തൽ തീരപ്രദേശം. ഇത് നമ്മുടെ SCERT ബുക്കിലെ കണ്ടൻ്റാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോമോ സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ഏതാണ്? റേത് സമാധി എന്നതിൻ്റെ പരിഭാഷയാണ് ടോം ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. അതിനാണ് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത്. ആരുടെ നോവലാണ് വല്ലി എന്ന് പറയുന്നത്? ഷീല ടോമിയുടെ നോവലാണ് വല്ലി. ആരുടെ നോവലാണ്? ഷീല ടോമി. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയിയാണ് കാട്ടിൽ മേക്കതിൽ നിന്നും കാട്ടിൽ തെക്കേതിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് നമുക്ക് 69ാമത്തെ പഠിച്ചു വയ്ക്കണം. 69ാമത്തെ ഏതാണ്? അത് വിയ്യപുരമാണ്. അതാണ് അവരുടെ ബോട്ടിൻ്റെ പേര്. അതേതാണ്? പള്ളാത്തുരുത്തിയാണ് ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. വിയ്യപുരമാണ് 69ാമത്തത്. കാട്ടിൽ തെക്കേതിൽ അതും ഏതാണ്? പള്ളാത്തുരുത്തി തന്നെയായിരുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയായിരുന്നു. ബോട്ടിൻ്റെ പേരായിരുന്നു കാട്ടിൽ മേതിൽ എന്ന് പറയുന്നത്. ഓക്കെ, 67ാമത്തതും അത് തന്നെയായിരുന്നു. പള്ളാത്തുരുത്തി ക്ലബിൻ്റെ തന്നെ നടുഭാഗം ചുണ്ടനായിരുന്നു. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണേത്? കർണാടക. സംവരണം കർണാടകയാണ്. ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഇവിടെ നമുക്ക് പ്രീജ ശ്രീധരൻ എന്ന് പറയുന്നത് ഒരു ദീർഘദൂര ഓട്ടക്കാരിയാണ്. സോ ഇതിവിടെ തെറ്റാണ്. നമുക്കിപ്പോൾ നോക്കുക, 2 തെറ്റായിട്ടുള്ളതെന്ന് പറയുമ്പോൾ 2 ഉള്ളതെല്ലാം നമുക്ക് വെട്ടിക്കളയാം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 3, 4 എന്നിവയാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ണീരും കിനാവും ആരാണ്? BT ഭട്ടതിരിപ്പാടിൻ്റെ നോവലാണ്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലമാണേത്? ഓസ്ട്രേലിയക്കാരനാണ് ഷെയ്ൻ വോൺ എന്ന് പറയുന്നത്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണേത്? ടേബിൾ ടെന്നീസാണ് പിങ് പോങ് എന്നറിയപ്പെടുന്നത്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ആരാ? ധ്യാൻചന്ദാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, പഠിച്ചു വെക്കുക. ഗോൾ എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? ധ്യാൻചന്ദിൻ്റെ ആത്മകഥയുടെ പേരാണ് ഗോൾ എന്ന് പറയുന്നത്. ഇനി ദേശീയ കായിക ദിനം എന്നാണ്? അത് ഓഗസ്റ്റ് 29. എന്താണ് ഓഗസ്റ്റ് 29ൻ്റെ പ്രത്യേകത? അത് നമ്മുടെ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഓഗസ്റ്റ് 29 നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. കേരള കായിക ദിനം ഒക്ടോബർ 13, GV രാജയുടെ ജന്മദിനം. ദേശീയ കായിക ദിനം ഒക്ടോബർ 29 ആരുടേതാണ്? ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹോക്കിയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. 1936 ബെർലിൻ ഒളിമ്പിക്സിലെ ഹോക്കി ക്യാപ്റ്റനായിട്ട് ധ്യാൻചന്ദ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നമുക്ക് പഠിക്കേണ്ട ഏതാണ്? അപ്പോൾ 2024 നോക്കാം നമുക്കത്. മികച്ച സിനിമ എന്ന് പറയുന്നത് കാതൽ ദി കോറാണ്. മികച്ച നടി ആരാണ്? ഉർവശി, ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക്. അതേപോലെ തന്നെ ബീനാർ ചന്ദ്രനാണ് തടവ് എന്ന മൂവിക്ക്. മികച്ച നടനാണ് ആര്? പൃഥ്വിരാജ് സുകുമാരൻ, ആടുജീവിതം. മികച്ച സംവിധായകൻ ബ്ലസ്സി, ആടുജീവിതം. മികച്ച രണ്ടാമത്തെ ചിത്രമാണ് ഇരട്ട. ആരാണ്? രോഹിത് MG കൃഷ്ണൻ്റെ സംവിധാനത്തിലുള്ള ഇരട്ട എന്ന മൂവി. അതേപോലെ മികച്ച അരങ്ങേറ്റക്കാരൻ എന്നാണ് ഫാസിൽ
റസാക്ക് തടവ് എന്ന മൂവി. മികച്ച ജനപ്രിയ സിനിമയാണ് ആടുജീവിതം. ഇതൊന്ന് പഠിച്ചു വെക്കുക. അതായത് ആടുജീവിതം മൊത്തം ഏകദേശം 9ഓളം പുരസ്കാരങ്ങൾ, പല ഇനങ്ങളിലായിട്ട് 9ഓളം പുരസ്കാരങ്ങൾ ആടുജീവിതത്തിന് ലഭിച്ചു. മികച്ച സിനിമ വരുമ്പോഴേക്കും നമുക്കിത് ആടുജീവിതവും ഉണ്ടാകും, ഇതും ഉണ്ടാകും. ഓപ്ഷനിൽ തെറ്റിപ്പോകരുത്. കാതൽ ദി കോറാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ എന്ന് പറയുന്നത് അടിയാളപ്രേതമാണ്. അടിയാളപ്രേതം ആരുടേതായിരുന്നു? PF മാത്യൂസ്. അപ്പോൾ ചോദിക്കാം, അടിയാളപ്രേതം എന്ന കൃതി ആരുടേതാണ്? PF മാത്യൂസിൻ്റേതാണ്. 2022 മികച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ എന്ന് പറയുന്നത് സമ്പർക്ക ക്രാന്തിയാണ്. സമ്പർക്ക ക്രാന്തി ആരാണത്? ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തി. അതേപോലെ 2023 ആണെങ്കിൽ ചോദിച്ചാൽ അത് ഏതാണ്? സിൻ എന്ന് പറയുന്ന നോവലാണ്. ആരുടേതാണ്? ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെ നോക്കിക്കേ, ഹോക്കി PT ഉഷ, മുംബൈ ഇന്ത്യൻസ് വിശ്വനാഥ് ആനന്ദ് നമുക്കറിയാം ലോക ചെസ് ചാമ്പ്യൻ ആണെന്നറിയാം. സോ ഓപ്ഷൻ D 2 ആണ് ആൻസർ. സോ നമുക്ക് കണ്ണും പൂട്ടി ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കാം അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടാകുന്നുള്ളത്. ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമായിരുന്നു ഹോക്കി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം എന്താണ് ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമാണ്. ഇനി PT ഉഷയ്ക്ക് എന്താണ്? CUK പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചതാണ്. അതേപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് എന്താണ് പ്രത്യേകത? പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും നമുക്ക് ഈ അത്യാവശ്യം അറിയാവുന്ന കാര്യം വിശ്വനാഥ് ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആണെന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. കാര്യം നമ്മൾ ചെസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരാണ് വിശ്വനാഥ് ആനന്ദ് എന്നുള്ളത്. അത് കണക്ട് ചെയ്ത് തന്നെ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ ജോഡിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിക്കേ, നിത്യചൈതന്യേതി, കരിഞ്ചന്ത, പന്തിഭോജനം, സഹോദരൻ അയ്യപ്പൻ, കുമാരനാശൻ ദുരവസ്ഥ, വൈകുണ്ഠസ്വാമി സമത്വ സമാജം. കുമാരനാശൻ ദുരവസ്ഥയാണെന്ന് നമുക്കറിയാം, വൈകുണ്ഠസ്വാമി സമത്വ സമാജമാണെന്നറിയാം, മിശ്രഭോജനമാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഇത് തെറ്റാണെന്നറിയാം. B തെറ്റാണെന്നറിയാം. Cയും Dയും ശരിയാണെന്നറിയാം. നിത്യചൈതന്യേതി, കരിഞ്ചന്ത നമുക്ക് ഡൗട്ടായിരിക്കാം, കാര്യം എല്ലാവർക്കും അത് അറിയണമെന്നില്ല. ശരിക്കും കരിഞ്ചന്ത എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു കൃതിയാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ തെറ്റാണ്. ആൻസർ വരുന്നത് Aയും Bയുമാണ് ഇവിടെ തെറ്റ്. ഇവിടെ നമുക്ക് അല്ലാണ്ട് തന്നെ നോക്കിക്കേ, ഇത് മൂന്നും അറിഞ്ഞാൽ തന്നെ നമുക്കറിയാം Cയും Dയും ശരിയാണ്. സോ ഇവിടെ ഇതല്ല വരും. കണ്ടോ, ഇവിടെ C തെറ്റാണെന്ന് പറഞ്ഞു, ഇതുമല്ല എന്നറിയും. ഇവിടെ എന്താ D തെറ്റാന്ന് പറഞ്ഞു, നമുക്കറിയാം D ശരിയാണെന്ന്, ഇതുമല്ല എന്ന്. സോ ഉറപ്പായിട്ടും ആൻസർ വരുന്നത് ഓപ്ഷൻ Aയും Bയുമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരിമ്പനപ്പട്ടകളിൽ കാറ്റുപിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഏതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, അടൂർ ഗോപാലകൃഷ്ണൻ, JC ഡാനിയൽ, റസൂൽ പൂക്കുട്ടി, തോപ്പിൽ ബാസി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ഈസി ആയിട്ട് നമുക്കറിയാം റസൂൽ പൂക്കുട്ടിയാണെന്ന്. സോ ഓപ്ഷൻ C 1 ഓപ്ഷൻ C 1 ഒരൊറ്റ എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. ആൻസർ വരുന്നത് B ആണ്. നമുക്ക് നോക്കാം. JC ഡാനിയൽ മലയാള ഭാഷയുടെ പിതാവ്. അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ്. തോപ്പിൽ ബാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ B ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്